ഇതുപോലെ ദുരന്തം പിടിച്ച ടീമിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പൊ തുടർച്ചയായിട്ടുള്ള 3 മത്സരങ്ങൾ ഫ്രീ പോയിന്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫ്രീ പോയിന്റ് എന്താ പറയാ, കാരണം ഫ്രീ പോയിന്റ് RCBക്ക് ഇപ്പോൾ ഒരു ഫ്രീ പോയിന്റ് കൊടുത്തിരിക്കുകയാണ്. അനായാസം ചേസ് ചെയ്യേണ്ടത് വേറൊരു ടീമാണെങ്കിൽ ഇപ്പൊ അനായാസം ചേസ് ചെയ്തിരിക്കും. തീർച്ചയായിട്ടും അനായാസം ചേസ് ചെയ്തിരിക്കും. കഴിഞ്ഞ മത്സരം ലക്നൌക്കെതിരെ ജയിക്കേണ്ട കളിയായിരുന്നു. അതും ഇതുപോലെ തുലച്ചു കളഞ്ഞു. ഇപ്പൊ അതിന് മുമ്പത്തെ മത്സരം ഡൽഹിക്കെതിരെയുള്ള മത്സരം അതും തുലച്ചു കളഞ്ഞു. ഇപ്പൊ ഈ മത്സരം തുലച്ചു കളഞ്ഞു. ഇനിയൊരു കംബാക്ക് ഈ ടീമിന് ഇല്ല. ഈ ടീം ഏകദേശം എലിമിനേറ്റ് ആയിട്ടുണ്ട്. കാരണം ഇനി വല്ല കംബാക്ക്, ഇനി 5 കളി ഉണ്ട്. 5 കളി വല്ല കംബാക്ക് നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ഒരു ടീമിൽ നല്ലൊരു ഫിനിഷറുടെ പോരായ്മയുണ്ട്. ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ടീമിൽ നല്ലൊരു ഫിനിഷറുടെ പോരായ്മ നല്ല ഉണ്ട്. അനുഭവിക്കണം, ടീം മാനേജ്മെന്റ് അനുഭവിക്കണം. ടീം മാനേജ്മെന്റ് നടത്തിയ ഒരുപാട് മണ്ടത്തരങ്ങളാണ് ഈ ടീം ഈ രീതിയിലേക്ക്. എവിടെ കിടന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. എത്ര പ്രതിഭാശാലികളുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ജോസ് ബട്ട്ലർ, ട്രെന്റ് ബോൾട്ട് ബോളിങ്ങിലാണ്. ബോളിങ്ങിന്റെ കാര്യം എടുത്തു നോക്കിയാൽ വളരെ പതറ്റിക് പെർഫോമൻസ്. പരാഗിന്റെ ക്യാപ്റ്റൻസി പറയേണ്ടതില്ല. ടീം സെലക്ഷൻ തന്നെ വളരെ മോശം. എന്താണ് ഇവർ കാണിക്കുന്നത്? പിന്നെ ജൂറലിന്റെ വിക്കറ്റ് സത്യം പറഞ്ഞാൽ ഇന്ന് എല്ലാ മത്സരങ്ങളും നമ്മൾ കാണുന്ന പോലെ തന്നെ ജൂറലിന്റെ കളി നോക്കിക്കഴിഞ്ഞാൽ ജൂറൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ റിവ്യൂ അത് എടുത്തു. ജിതേഷ് ശർമ്മ ആ റിവ്യൂക്ക് കൊടുത്തു, അത് ഔട്ടായി. അതൊക്കെ പോട്ടെ. ഒരു ഹിറ്റ്മാൻ എന്താ കാണിച്ചേ? ഇമ്പാക്ട് ശിവൻ ഡൂബെ എന്താണ് കാണിച്ചേ? വളരെ മോശം. പിന്നെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലൊക്കെ പോലെ തന്നെ ടീമിനുള്ള പ്രശ്നം, ടീം ചെയ്യുന്ന നല്ലൊരു കാര്യം, പോസിറ്റീവായിട്ടുള്ള കാര്യം, ടോപ്പ് ഓർഡർ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ടോപ്പ് ഓർഡർ കഴിഞ്ഞാൽ പിന്നെ വെറും മോശം കളി. ടോപ്പ് ഓർഡർ ഇനിയിപ്പോൾ ഈ കളി ടോപ്പ് ഓർഡർ പെർഫോമൻസ് നടത്തിയിട്ടില്ല. എന്തേക്കാളും ടീമിന്റെ അവസ്ഥ. ഒരു കണക്കിന് സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിൽ ഇല്ലാത്ത സഞ്ജുവിന്റെ ബാക്കി ഞാൻ പറയും. എന്ത് ടീമാണോ, എന്ത് ടീമാണ് ഈ ടീം ഓപ്ഷനിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഓപ്ഷനിൽ ടീമിന്റെ സ്ട്രാറ്റജി തന്നെ വളരെ മോശമായിരുന്നു. പിന്നെ പരാഗിന്ന ബോളർമാരെ യൂസ് ചെയ്ത രീതി എന്താ പറയുക, 200ന്റെ അടുത്ത് ഇവരെ അടിച്ചു കളഞ്ഞു. ഈ ദേശ്പാണ്ഡനൊക്കെ എന്തിനാ വീണ്ടും കളിപ്പിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തുമില്ല. ഏതായാലും ഈ ദുരന്തം ടീമിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വീണ്ടും പരാജയപ്പെട്ട് ഇനി പ്ലേ ഓഫ് സാധ്യത ഉണ്ടോ എന്നൊന്നും കമന്റ് ഇടാൻ നിൽക്കണ്ട. പ്ലേ ഓഫിൽ ഇനി എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ടീം എന്താ അടപടലൻ ടീം. ആദ്യം പുറത്താക്കേണ്ട രാഹുൽ ദ്രാവിഡിനെയാണ്. നല്ലൊരു ടീമുണ്ടായിട്ട് കോർ മൊത്തം നശിപ്പിച്ച് ഒരു പുതിയ യങ്സ്റ്റേഴ്സിനെ ഉണ്ടാക്കാൻ നോക്കിയതാ. ടീമിന്റെ അവസ്ഥ കണ്ടില്ലേ? സഞ്ജു സാംസണൊക്കെ ശരിക്കും വേണമെങ്കിൽ സഞ്ജു സാംസണൊക്കെ ടീം വിട്ടാൽ സഞ്ജുവിന്റെ കരിയറിനും സഞ്ജുവിന്റെ ആ ഇമേജിനും നല്ല. അല്ല ഞാൻ ഈ ടീം കെടുന്ന് കുറെ നാണക്കേടിന്റെ റെക്കോർഡ് സ്വന്തമാക്കേണ്ടി. അത്ര എനിക്ക് പറയാനുള്ളൂ. ഏതായാലും വളരെ മോശം ടുഡേ പെർഫോമൻസ്. വെരി ഡിസപ്പോയിൻമെന്റ്.